നമസ്കാരം. ഹിന്ദുക്കളുടെ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ചൈതന്യം തകർക്കാൻ, അതുവഴി ഹിന്ദുവിൻ്റെ ഉണർവിനെ തകർക്കാൻ സുഡാപ്പികൾ, ജിഹാദികൾ, കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നു എന്നൊരു പരിദേവനം കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി രൂക്ഷമായിരിക്കുകയാണ്. ഒരു ഭജന ടീം വന്നിട്ടുണ്ട്, ചെറുപ്പക്കാരുടെ നന്ദഗോപൻസ് ഭജന ടീം. അവർക്കെതിരെ, ആ ടീമിനെതിരെ മുസ്ലിങ്ങളുടെ പടപ്പുറപ്പാടെന്നും പറഞ്ഞ് പല ചാനലുകളിലും ഇങ്ങനെ സംഭാഷണങ്ങൾ ഞാൻ കേട്ടു. അതിൻ്റെ ഹെഡിങ് കാണുമ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ സ്ഥിരം പല്ലവിയാണല്ലോ. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? നന്ദഗോപൻസ് ഭജനയ്ക്കെതിരെ, അതല്ലെങ്കിൽ അമ്പല സംസ്കാരത്തിനെതിരെ, അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിനെതിരെ ഇവർ പറയുന്ന സുഡാപ്പികളോ, ഇവർ പറയുന്ന ജിഹാദികളോ, ഇവർ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോ വരുന്നുണ്ടോ? അമ്പലത്തെ തകർക്കുന്നതും സനാതനധർമ്മ സംസ്കാരത്തെ തകർക്കുന്നതും ഹിന്ദുമതത്തെ തകർക്കുന്നതും സത്യത്തിൽ ആരാണ്? നമസ്കാരം. അമ്പല സംസ്കൃതി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആദ്യം ഞാൻ പറഞ്ഞോട്ടെ. അമ്പല സംസ്കൃതിയും സനാതനധർമ്മ സംസ്കൃതിയും അതുവഴി ഹിന്ദുക്കളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുറേ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള പോറത്തരങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ പറയല്ലേ, ബുദ്ബുദം, കുമിളകൾ, തൊട്ടാൽ പൊട്ടുന്ന കുമിളകളായിട്ട് മാറിയിരിക്കുകയാണ്. കുറേ ചിത്രങ്ങൾ മാത്രമാണ്, കാണാനുള്ള ചിത്രങ്ങൾ മാത്രമാണ്. ഉള്ളിൽ ആന്തരികമായിട്ട് യാതൊരു വിഭവങ്ങളുമില്ല, ഒരു വിഭവങ്ങളാലും സമൃദ്ധവുമല്ല. അതാണിന്ന് ഹിന്ദുവിൻ്റെ അവസ്ഥ. ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇന്ദ്രിയങ്ങളും, കാണാൻ കണ്ണില്ല, കേൾക്കാൻ ചെവിയില്ല, ഇനി കണ്ടാലും കേട്ടാലും അതിനെ അനലൈസ് ചെയ്യാൻ അതിൻ്റെ പുറകിൽ ബുദ്ധിയില്ല, മനസ്സില്ല, ആ ഒരു അവസ്ഥയാണ്. സുകുമാർ അഴിക്കോടിൻ്റെ ഭാഷയിൽ പറഞ്ഞ കങ്കാളങ്ങൾ. കുറച്ചുകൂടി നമ്മൾ പറയല്ലേ, പോത്തിൻ്റെ ജന്മങ്ങൾ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ജന്മങ്ങൾ. അവിടെ കയറിക്കൂടാൻ, അവരെ പാട്ടിലാക്കാൻ, അവരെല്ലാവരും ചേർത്ത് നിർത്തി എല്ലാത്തിൻ്റെയും കഴുത്തിൽ കയറിട്ടിട്ട് ആ കയറിൻ്റെ അറ്റം എൻ്റെ കയ്യിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന പ്രധാനിയാണ് നരേന്ദ്രമോദി. പിന്നെ അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ, ഇവിടെയും ആൾക്കാരുണ്ട്, സംഘപരിവാറിൻ്റെ ആളുകൾ. അതിനോടൊപ്പം ചേർന്ന് പോകുന്ന ആൾക്കാരൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. സന്യാസിമാർ പോലും കഴുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കോഴിക്കോടൊരു സന്യാസിയുണ്ട്, അവൻ്റെ കീഴിൽ കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഈ സംഘപരിവാർ എന്ന് പറയുന്ന വപ്പൂസിൻ്റെ കക്ഷത്തിൽ തലയും വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അത് താൽക്കാലികമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ക്ഷാമം തീർക്കാൻ വേണ്ടിയിട്ട്. നന്ദഗോപൻസ് ഭജന ടീം, ഇതിനു മുമ്പും പല ഭജന ടീമുകളും ഉണ്ടായിട്ടുണ്ട്, പലതും പേരും പ്രശസ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ അവതാരങ്ങളാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് ഈ ABC, തത്വമയി, അങ്ങനെയുള്ള കുറേ ചാനലുകളൊക്കെ ഉണ്ട്. അവർ പറയുന്നത് നന്ദഗോപൻസ് ടീമിനെ എതിർക്കാൻ വരുന്നു, അവരെ കല്ലെറിയാൻ വരുന്നു, അവരെ കൊലപ്പെടുത്താൻ വരുന്നു. അവരുടെ ഐശ്വര്യം കണ്ടിട്ട്, അവരിലൂടെ ഹിന്ദുമതം വളരുന്നത് കണ്ടിട്ട്, അവരിലൂടെ അമ്പല സംസ്കാരം വളരുന്നത് കണ്ടിട്ട്, അവർ വരുന്ന സമയത്ത് ആയിരങ്ങൾ കൂടുന്ന കണ്ടിട്ടുള്ള അസൂയ, പൗഷന്യം, പോരെ എന്നിവ വെച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഞാൻ വീണ്ടും ആ വാക്ക് പറയും, അതെൻ്റെ വാക്കല്ല, മുസ്ലിം സുഡാപ്പികൾ, ജിഹാദികൾ, തീവ്രവാദികൾ, ഈ വാക്കൊന്നും എൻ്റെ അല്ല കേട്ടോ. അപ്പം ഞാൻ ഈ പറയുമ്പോൾ കൂടുതൽ എപ്പോഴും ഇത് പറയണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് സുഡാപ്പികൾക്കും ജിഹാദികൾക്കും തീവ്രവാദി മുസ്ലിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല. അമ്പലത്തിൽ ആരാണ് മുള്ളുന്നത്, ഓടുന്നത്, അമ്പലത്തിൽ എന്താ നടമാടുന്നത് നോക്കി നടക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അപ്പോൾ ഇവർ പറയുന്നത് മുസ്ലിം തീവ്രവാദികളും സുഡാപ്പികളും ജിഹാദികൾ അവരൊക്കെ നിശ്ചിതമായിട്ട് നന്ദഗോപൻസ് ഭജൻ ടീമിനെ എതിർക്കുന്നു. എന്താ കാരണം? അതിൻ്റെ ആ ഐശ്വര്യം കണ്ടിട്ട്, അതിൻ്റെ ആ ഒരു എടുപ്പ് കണ്ടിട്ട്,
അതിൻ്റെ ഒരു തീവ്രത കണ്ടിട്ട്, അതിലൂടെയുള്ള ഭക്തി പ്രസാരണം കണ്ടിട്ട്, അസൂയ പൂണ്ടിട്ട് ആണ് എതിർക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്തിനാണ് ഇവരെ എതിർക്കുന്നത്? ഒന്നുകൂടി വ്യക്തമാക്കാം. ഇവരിലൂടെ അമ്പര സംസ്കാരം വളരും എന്ന് കരുതിയിട്ട്, ഇവരിലൂടെ ഹിന്ദു സംസ്കാരം വളരും എന്ന് കരുതിയിട്ട്, ഇവരിലൂടെ ഹിന്ദു ഉണരും എന്ന് കരുതിയിട്ടാണ് അവർ എതിർക്കുന്നതെന്ന് ഇവർ പറയുന്നത്. മുസ്ലിങ്ങൾക്കറിയാം, ഒരു ക്ഷേത്രത്തിനകത്ത് എൻ്റെ സ്ഥിരം ഭാഷയിൽ പറയാമെങ്കിൽ ആനവെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്നുതുള്ളൽ, സിനിമാറ്റിക് കാട്ടം, റിമി ടോമി, ഇപ്പം നന്ദഗോപൻസ്, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെത്താൻ നശിച്ചോളും. ക്ഷേത്രം തന്നെത്താൻ നശിച്ചോളും. അനാത്മവിദ്യ കൊണ്ട് തന്നെത്താൻ നശിച്ചോളും. തീർത്ഥസ്ഥാനങ്ങൾ എന്ന് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ, ക്രിസ്ത്യാനികളെയൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് മുസ്ലിങ്ങൾ. കാരണം എന്താണ്? 6 വയസ്സ് മുതൽ അവരുടെ പ്രമാണത്തെ ഏറ്റുവാങ്ങാനായിട്ട് മദ്രസയിൽ പോകുന്ന കുട്ടികളാണ്. അതും കഴിഞ്ഞ് ആ മദ്രസ പഠനം കഴിഞ്ഞാലും ജീവിതത്തിലുടനീളം ഇങ്ങനെ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുക എന്നല്ല പറയുന്നത്, അവരുടെ അടിസ്ഥാനമായിട്ട് മാറിയിട്ടുള്ള സബ്സ്ട്രാറ്റമായിട്ടുമായി മാറിയിട്ടുള്ള ആ ഇസ്ലാം, അതിനെ പിന്തുടരുന്നവരവർ, അതിൽ പറയുന്ന കാര്യങ്ങൾ പിന്തുടരുന്നവർ അഭിമാനത്തോടു കൂടി. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആ കാര്യങ്ങൾ പിന്തുടരുന്നു എന്നുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു 4 ചുമരിനകത്ത് ഈ ഉള്ളവനിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആലിൻ്റെ ചോട്ടിലോ മരത്തിൻ്റെ ചോട്ടിലോ ഇരിക്കേണ്ടവനാണ് ഞാൻ, പിച്ച തേണ്ടി ഇരിക്കേണ്ടവനാണ് ഞാൻ. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് പോലീസുകാർ വന്ന് എന്താ അവിടെ കിടക്കണേ എന്ന് ചോദിക്കാത്തൊരു സ്ഥലം ഉണ്ടാകാനുള്ള കാരണം മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങൾ അനുധാവനം ചെയ്യുന്ന സർവശക്തൻ്റെ സന്ദേശമാണ്, അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. അവർക്ക് നന്നായിട്ട് അറിയാം ഇന്നത്തെ അമ്പലത്തിൽ നടക്കാത്ത കാര്യം എന്താണ്, നടക്കേണ്ടുന്ന കാര്യമാണ്. വ്യക്തമാക്കാം. അമ്പലത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അവിടെ നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭജന ടീം അടക്കമുള്ള ടീമുകാർ അവിടെ ചെന്നിങ്ങനെ വിറപ്പിക്കുന്നു, ലഹരി പിടിപ്പിക്കുന്നു. ആ ഒരവസ്ഥ ഒരു ആധ്യാത്മിക വിദ്യാകേന്ദ്രം, ആധ്യാത്മിക കലാലയം, ആധ്യാത്മിക സർവകലാശാല അതിന് പറ്റിയതല്ലെന്ന് നന്നായിട്ട് അറിയുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം കുട്ടികൾ. ജിഹാദികൾ അല്ലെങ്കിൽ സുഡാപ്പികൾ എന്ന് പറഞ്ഞത് നന്നായിട്ട് അറിയാം. നശിക്കാൻ വേണ്ടിയിട്ട് സ്വയം മുരുമ്പിടുന്നു. മദ്യപിച്ച് ഉന്മത്തനായിട്ട് റെയിൽ പാളത്തിലൂടെ നടക്കുന്ന ഒരുവനെ പോലെ. വണ്ടി അവനെ ഇടിച്ചാൽ വണ്ടി തെറിച്ചു പോവും, ഞാൻ തെറിച്ചു പോവില്ല എന്നുള്ള രീതിയാണ് കഞ്ചാവിൻ്റെ ഉള്ളിൽ. ഇതാണെന്ന് ഹിന്ദുവിൻ്റെ അവസ്ഥ. അവന് ലഹരി മതി, അവന് ലഹരി പിടിച്ചാൽ മതി. അതിൻ്റെ പേരിലാണ് ഇന്ന് അമ്പലങ്ങളിൽ എന്ത് നടക്കണമോ അത് മുഴുവൻ അവർ അവോയ്ഡ് ചെയ്തു. എൻ്റെ കുട്ടിക്കാലത്ത് ഉത്സവം വരും, അവിടെയുള്ള ആ ചൈതന്യം മുത്തായിട്ട് മേലോട്ട് ഉയർന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന അവിടുത്തെ അനുഷ്ഠാന ആചാരങ്ങളിലൂടെ ആ ചൈതന്യം മുത്തായിട്ട് പുറത്തേക്ക് സവിക്കുന്നതിനെയാണ് ഉത്സവം എന്ന് പറയാം. പ്രകർഷേണ സവിക്കുക, അതാണ് പ്രസവം എന്ന് പറയുന്നത്. ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തേക്ക് ഒഴുകി വരുന്നു, അതിനാണ് പ്രകർഷേണ സവിക്കുക എന്ന് പറയുക. അപ്പം അന്നുണ്ടായിരുന്നത് മുഴുവൻ അനുഷ്ഠാന കലകളായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് വ്യക്തമാകുന്നു, വ്യക്തിയാകുന്നു. ആ വ്യക്തി അന്ത്യേഷ്ടി കർമ്മം, മരണം ഏറ്റുവാങ്ങുന്നവരെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഓരോ കാലഘട്ടത്തിലും എങ്ങനെ ഇത് പറഞ്ഞ് വ്യാഖ്യാനിച്ചിട്ടുള്ള വേദവേദാന്തങ്ങളുടെ പ്രചരണാർത്ഥമാണ് അവിടെ കഥകളി നടന്നിരുന്നത്. ധർമാധർമ്മ യുദ്ധത്തിലെ കഥകൾ അവിടെ പറഞ്ഞിരുന്നത്, പാഠകം നടന്നിരുന്നത്, ഓട്ടം തുള്ളൽ നടന്നിരുന്നത്, കൂത്തും കൂടിയാട്ടവും നടന്നിരുന്നത്, അവിടെ സത്സംഗങ്ങൾ നടന്നിരുന്നത്, ഗീത നടന്നിരുന്നത്, ഉപനിഷത്തുകൾ നടന്നിരുന്നത്. എന്നീ സാധനങ്ങൾ മുഴുവൻ അവർ നമ്മളെ വീടിനകത്ത് വന്നല്ലേ പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ ഒന്ന് കാഷ്ടിക്കുന്ന സമയത്ത് അതിനെ വെറുതെ വെള്ളമടിച്ച് വാരി കളയില്ല. പിന്നെ അവിടെ സർഫൊക്കെ ഇട്ടിട്ട് പതപ്പിച്ച് എന്നിട്ടും അവർക്ക് തോന്നുന്ന നാറ്റം വരുന്നുണ്ടോന്ന്. ഇതാണ് അമ്പലത്തിൻ്റെ അവസ്ഥ. ഒരു സന്യാസി, ഒരു കാവ്യ വസ്ത്രധാരി, സന്യാസി വേണ്ട, ഏതെങ്കിലും കാവ്യ വസ്ത്രധാരി അമ്പലത്തിൽ കയറി വരണം കഴിഞ്ഞാൽ അവർ കൊടുക്കും. എന്തിനാ അങ്ങനെ കയറി വരണേ? ആ നാറ്റം പോലും അവർക്ക് സഹിക്കുന്നില്ല എന്നുള്ളതാണ്. സത്യസനാതന ധർമ്മത്തിൻ്റെ
ഉപനിഷത്തിൻ്റെ ഭഗവത്ഗീതയുടെ നാറ്റം പോലും സഹിക്കാൻ ഇന്ന് അമ്പലക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അതേ സമയത്ത് ഇന്നിപ്പോൾ ഹിന്ദു മതത്തിനെ കുറിച്ച് ഒരു പള്ളിയിലച്ഛൻ, ഒരു സഭാ അധ്യക്ഷനാണ്, മാത്യൂസോ മറ്റോ എനിക്ക് മുഴുവൻ അറിയില്ല, മാർത്തോമസ് തോന്നുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹിന്ദുമതമൊന്നും മതമല്ല, ഹിന്ദുമതമൊക്കെ എവിടെ നിന്നോ വന്നവരാ, ഞങ്ങളുടേതാണ് ഇന്ത്യ, ഞങ്ങളിവിടെ AD 52 മുതൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഈ പറയണ മക്കൾക്ക്, അതിൻ്റെ മുൻഭാഗത്ത് 2 വാക്ക് ഞാൻ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, ഹിന്ദു മക്കൾക്ക് മറുപടിയില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? അവരുടെ വായക്കകത്ത് നാവില്ല, നാവിനകത്ത് അക്ഷരമില്ല. ആകെ കൂടി വർഷത്തിലൊഴികെ ആ കുട്ടിക്ക് എത്ര 2 3 വയസ്സോ 4 വയസ്സോ ആകുമ്പോൾ എഴുത്തിനെഴുത്താന്ന് പറഞ്ഞ് കൊണ്ടുപോകും അവിടേക്ക്. എഴുത്തിനെഴുത്തുക എന്ന് പറയുമ്പോൾ അത് വാസ്തവ ഉപനയനമാണ്, മുന്നോട്ട് നയിക്കലാണ്. പിന്നെ ആ എഴുത്തിനെഴുത്തിന് എത്ര വർഷമാണെന്നറിയോ? 12 വർഷം. 6 വയസ്സിൽ തുടങ്ങിയിട്ട് 18 വയസ്സ് വരെയാണ് ഉപനയനം. വേദങ്ങൾ അത്രയും വേദന, സെലക്റ്റഡ് വേദം, ഓരോരുത്തർക്കും ഓരോ വേദം പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഋഗ്വേദം, ചിലർക്ക് മറ്റേ സാമവേദം, ചിലർക്ക് യജുസ് അല്ലെങ്കിൽ അഥർവം. അത് വേർപ്പെടുത്തി ഓരോരുത്തർക്ക് ഓരോ കൂട്ടത്തെ പഠിപ്പിക്കണമെങ്കിൽ 12 വർഷമാണ് പഠിക്കേണ്ടത്. അതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരുത്തരെ പള്ളിയിൽ അച്ഛനോ ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയിട്ട് നാവുമ്പോൾ എന്തെങ്കിലും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിട്ടിരിക്കുന്ന എഴുതി വയ്ക്കുന്നു, 2000 രൂപയും കൊടുക്കും. എന്നെ വിളിച്ചു പാറമേക്കാവുകാർ കൃഷ്ണൻകുട്ടിയായിട്ടുള്ള സമയത്ത്, സ്വാമി വരണം. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. കാരണം തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാണിക്കാൻ ഈ ഉള്ളവൻ വരും. അന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് ഞാൻ മറന്നിരിക്കുമെന്ന്. അപ്പോഴേ ഞാൻ അമ്പലത്തിനകത്ത് കയറുള്ളൂ. കാരണം അമ്പലം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വലിയൊരു സമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന അവസ്ഥയിലേക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്വസമുദായത്തിൽപ്പെട്ട് പാവപ്പെട്ട ഹിന്ദുക്കളെന്ന് സ്വയം പേര് ഏറ്റുവാങ്ങി നടക്കുന്ന ആളുകളുടെ കാല് വെട്ടി ചോര കുടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ അമ്പലത്തിനകത്തിരിക്കുന്നത്, പൂണൂൽധാരികളിരിക്കുന്നത്. അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എനിക്ക് ഓക്കാനിക്കാനും വരും. മുനിസിപ്പാലിറ്റി കക്കൂസിൽ ഇരിക്കാൻ പോലും എനിക്ക് മടിയില്ല. ചിലപ്പോൾ അത് വേണ്ടി വരും. ചിലപ്പോൾ ഇങ്ങനെ ഊടുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തൂറാൻ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറിക്കണ്ടേ, അതും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അമ്പലങ്ങളിൽ ഞാൻ കയറില്ല. എൻ്റെ കൂട്ടുകാരോടൊപ്പം ചാരായ ഷാപ്പിൽ കയറിയിട്ടുണ്ട്. ഞാൻ ചാരായം കുടിക്കുമോ വെച്ചാൽ കുടിക്കപ്പെടാന്ന് പറയും ഞാൻ. പിന്നെ ഞാൻ കുടിക്കുമോ കുടിക്കില്ലെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്, സർട്ടിഫിക്കറ്റ് എനിക്കല്ല, ഞാനല്ലല്ലോ പറയുന്നത്. ഞാൻ കുടിക്കോടെ, ഞാൻ കുടിക്കും. ഞാൻ ബ്രാൻഡി കുടിക്കും, വിസ്കി കുടിക്കും, റമ്മ് കുടിക്കും, പിന്നെന്താ ജിന്ന് കുടിക്കും, ശിവാശ്രീകൾ കുടിക്കും, റോയൽ സെൽറ്റ് കുടിക്കും, ഒക്കെ കുടിക്കും. നിങ്ങളുടെ ആരും ചിലവിൽ ഞാൻ ഒന്ന് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ. പറഞ്ഞു വരുന്ന അവിടെയും ഞാൻ പോകും. എനിക്ക് ആരും മടിയില്ല. വേശ്യാസ്ത്രീകളായിട്ടുള്ള തൃശ്ശൂർ ടൗണിലെ വേശ്യാസ്ത്രീകളെ ഞാൻ ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ട്. എന്താ കുഴപ്പം? അവരെന്നെ പോകുമ്പോൾ മനെ സുഖല്ലേടാ എന്ന് ചോദിക്കും. അതിൻ്റെ പേരിൽ ആർക്കേലും അത് ശരി ഇയാൾ സൈസ് ആയിക്കോട്ടെ, എനിക്ക് ഒരു മടിയില്ല, ഒരു പേടിയുമില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും ഇതായിട്ട് വേണ്ടത്ര രോമമുണ്ട്. ഒരു രോമം പിഴുതുപോലാണ്. ഇതന്നെ ഇത് കണ്ടറിയാലോ, ഒരു രോമം ചോർന്നു പോയിട്ടില്ല. ആണത്തത്തോടുകൂടി തന്നെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ഏതായാലും ഇവിടെ ഇപ്പോൾ നന്ദഗോപൻസ് പറഞ്ഞ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ മാറിയിടൊക്കെയും കാണിച്ച് സുന്ദര കുട്ടപ്പന്മാരപ്പോൾ മുമ്പിൽ സ്ത്രീകൾ അയ്യോ എന്നും പറഞ്ഞിരുന്നിട്ട് ലഹരി പിടിപ്പിക്കുകയാണ്. അവരെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. രതിമൂർച്ച ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ പണ്ടൊക്കെ നാട്ടിൻപുറത്ത് കലാസമിതികളുണ്ടായിരുന്നു. ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, പിന്നെ AKG ആർട്സ് ആൻഡ് സ്പോർട്സുകൾ ആരംഭിച്ചു തുടങ്ങി. യുവകലാസാഹിതികൾ, ഇങ്ങനെയുള്ളൊക്കെയും എല്ലാവരും ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കലാസമിതികളുണ്ടല്ലോ. അതൊന്നും അമ്പലത്തിൽ നിന്നും വന്നിട്ട് അത് ചെയ്യാറൊന്നുമില്ല. അതൊക്കെ അവരുടേതുള്ള ഗാനമേള നടത്തും, അതൊക്കെ നടത്തും. അതിനുള്ള നാട്ടിൻപുറത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നടത്താറുണ്ട്. ഇപ്പോൾ ഈ കലാസമിതികൾ മുഴുവൻ നിലകൊള്ളുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലാണ്. പാട്ടുകച്ചേരിയാണ്, ഗാനമേളയിൽ എല്ലാം നടമാടുന്നത് അവിടെയാണ്. എന്താണ് അനാത്മവിദ്യ, അതൊക്കെയും അവിടെ നടമാടുന്നുണ്ട്. അമ്പലങ്ങൾ ആധ്യാത്മിക കാര്യങ്ങളുടെ പ്രസരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമാണത്. അവിടെ വേണ്ടുന്ന അനുഷ്ഠാന കലകളാണ്. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ രൂപം പോലും
ഈ ആധ്യാത്മികവിദ്യ പ്രസാരണം നടത്തുകയാണ് വാസ്തവം ചെയ്യുന്നത്. ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളഞ്ചൈവ ബാഹുശൈവാർന്ന മണ്ഡപം ബാഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനുജംഗയോഹോ ഗോപുരം ദേവപാദം സ്യാൽ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ, അതായത് മനുഷ്യൻ്റെ മാനവദേഹത്തിന് മനോഹരമായിട്ടുള്ള രൂപങ്ങളായിട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവിടെ അതിൻ്റെ അന്തർവിഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മനസ്സിൻ്റെ ഭാവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബുദ്ധിയുടെ ഭാവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുമ്പിലൊരു മണ്ഡപം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ മണ്ഡപം പട്ടിക കിടക്കാനുള്ള സ്ഥലമായിട്ട് മാറിയില്ലേ? ആ മണ്ഡപത്തിന് പകരമാണ് അപ്പുറത്ത് പോയിട്ട് കല്യാണ മണ്ഡപം പണിതുണ്ടാക്കുന്നത്. അമ്പലത്തിനകത്ത് കല്യാണം പാടില്ല. ഒരു കാരണവശാലും മോക്ഷവിദ്യ അത് കിട്ടുന്നത് ധനം കൊണ്ടല്ല, മക്കളെ കൊണ്ടല്ല, അത് അവനവൻ്റെ അറിവിനെ കൊണ്ടാണ്. അതിന് അവനവനാണ് അവനവന് വേണ്ടി തപസ് ചെയ്യേണ്ടത്. ന കർമ്മണാന പ്രജയാ ധനേന ത്യാഗേ നൈകേ അമൃതത്വമാനശവും. റിനൗൺസിയേഷൻ, അതിലൂടെ മാത്രമേ സത്യം തിരിച്ചറിയാൻ കഴിയുള്ളൂ. അവസാനം ഈ ശരീരം പോലും, ശരീരമുള്ളപ്പോൾ നമ്മൾ സങ്കല്പരൂപേണ ത്യജിക്കുമ്പോൾ ബാക്കിയുള്ളതാണ് അവൻ. അതാണ് സത്യം. അതാണ് മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹു. ഈ ലോകത്തിൽ കാണുന്നതും കേൾക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന ഒന്നുമല്ല അവൻ. അതവൻ്റെ സൃഷ്ടിയാണ്. അവൻ ഇതിനപ്പുറം നിൽക്കുന്നതിന് ആധാരമായിട്ട് നിൽക്കുന്ന ഒരു പുരുഷൻ. അത് തന്നെയാണ് മോക്ഷവസ്തു. പക്ഷെ അത്തരം കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതെ അമ്പലങ്ങൾ ചെയ്യുന്നത് അവർ 1-ാം ക്ലാസ് വരെ എത്തി നിൽക്കുകയാണ്. അപ്പം എല്ലാവരും പറയും 1-ാം ക്ലാസ്സും വേണ്ട, വേണം. 2-ാം ക്ലാസ്സും വേണ്ടേ, 3-ാം ക്ലാസ്സും വേണ്ടേ? നിങ്ങളുടെ കുട്ടിയെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 1-ാം ക്ലാസ്സിൽ 10 കൊല്ലം പഠിക്കാൻ വേണ്ടിയിട്ടാണോ? പക്ഷെ എന്നൊരു ഹിന്ദു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഈ കേൾക്കുന്നവർ അവർ സ്വയം ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടിയെ വിളിച്ചിട്ട് പറയാം, മോനെ ഗീതയിൽ ഒരു ശ്ലോകം ചെല്ലടാ. അവനറിയോ? അറിയില്ല. കാരണം എന്താ? ഈ ചോദിക്കുന്ന ആൾക്കറിയില്ല, അയാളുടെ തന്തപ്പിടിക്കും അറിയില്ല. കാലാകാലങ്ങളായിട്ട് അതങ്ങനെ ശീലിച്ചു വാസ്തവത്തിൽ. ആയതുകൊണ്ട് തന്നെ മാത്രമല്ല, ചിലപ്പോൾ ബ്രാഹ്മിൻസ് ആയിട്ടുള്ള കുറേ ആളുകൾ അവരിന്നും കാലത്ത്, ഞാൻ പാലക്കാടൊക്കെ ഉള്ള സമയത്ത് ഇവിടെ തന്നെ എനിക്കറിയാവുന്ന ചില സങ്കേതങ്ങളിൽ പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാൾ ഒരു ബ്രാഹ്മണനാണ്. അവിടെ കാലത്ത് വിഷ്ണുസഹസ്രനാമം കേൾക്കാം, വൈകുന്നേരം ലളിതാ സഹസ്രനാമം കേൾക്കാം, അതിന് പുരുഷ സൂക്തം കേൾക്കാം, അത് കേൾക്കാം, ഇത് കേൾക്കാം. അവർക്ക് ഞാൻ ഇവിടെയുള്ള സന്തോഷം, എനിക്ക് അവരവിടെയുള്ള സന്തോഷം. പക്ഷെ അത് കൈവിട്ട വലിയൊരു ഗതികെട്ട രൂപമാണെന്ന് കേരളത്തിലെ ഹിന്ദുക്കൾക്കുള്ളത്. ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങൾക്ക് ഹിന്ദുമതം വേണ്ട, അത് ചാതുർവർണ്ണയാണ്, അത് വേറൊരു കൂട്ടം ഇതിൻ്റെ പോകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീശങ്കരൻ്റെ വാക്കുകൾ വിട്ട് അങ്ങോട്ടോ മാറിയിട്ടില്ല. 42 വട്ടമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഞാൻ ശങ്കരപക്ഷക്കാരനാണെന്നും ശങ്കരനാണ് എൻ്റെ സർവസ്വം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആ ശങ്കരനെ വേർപ്പെടുത്തി നാരായണ ഗുരുദേവൻ എഴുതി വെച്ച വേദാന്തത്തിന് പുനരാഖ്യാനം അഥവാ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതാണ് സത്യം, അതാണ് ദർശനം. ഗുരുദേവ ദർശനമാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ കുറേ കഴുതകൾ. നായന്മാർ പിന്നെ ഇതൊന്നുമില്ല, അങ്ങനെയായിട്ട് മാറി. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരിക്കൽ ഞാൻ ഇടുക്കിയിൽ ആനച്ചാല ക്ഷേത്രം, ആനച്ചാല അയ്യപ്പ ക്ഷേത്രം, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അന്ന് അവിടെ പോയ സമയത്ത് അവിടെ ഒരു തന്ത്രിയുടെ പേര് എൻ്റെ നാവുമ്പത്തുണ്ട്, പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങക്ക് തിരക്കില്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ സന്തോഷം എന്ന് പറഞ്ഞു. അയ്യോ, എനിക്കെന്താ തിരക്ക് അങ്ങയുടെ മുമ്പിൽ? എനിക്കൊരു തിരക്കുമില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഇരുന്നു. ഇദ്ദേഹം അവിടെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, അത് വലിയ കർമ്മമായിരുന്നു, വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന കർമ്മമാണ്. എല്ലാ കർമ്മങ്ങളും ആളുകളുടെ കൂടെയും വൈകുന്നേരം വരണം. അവിടെ നടന്ന ഓരോ കർമ്മങ്ങളും അദ്ദേഹം അവരോട് വിളിച്ചു പറഞ്ഞു. ഇന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇന്ന് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചു കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സകല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. വൈകുന്നേരം സത്സംഗം, കുളിരു കോരി വാസ്തവത്തിൽ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഹിന്ദുമതത്തിൽ തന്നെ പിറക്കണമെന്ന് ആ സമയത്ത് ഉറക്കെ പറഞ്ഞ ഇന്ന് ഞാൻ ഈ ഹിന്ദുമതത്തെ ജന്തുമതമായിട്ടാണ് കാണുന്നത്. കാരണം എന്താണ്? അതിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അവിടെ ശബരിമലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ശബരിമല. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ സ്ഥിരം പറയുന്ന കാര്യം വീണ്ടും ഞാൻ പറയുകയാണ്.
മുസ്ലിം കുട്ടികൾ അവരുടെ ജീവിത കാലഘട്ടം മുഴുവൻ അവരുടെ പരമമായിട്ടുള്ള പ്രമാണം അത് ഹൃദിസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് ബാക്കപ്പ് കൊടുക്കാൻ അതിന് സാഹചര്യം ഒരുക്കാൻ ആചാര്യന്മാർ കാര്യങ്ങൾ ഒരുക്കുന്നുമുണ്ട്. ക്രിസ്ത്യാനികളും നിലകൊള്ളുന്നത് അവരുടെ പരമപ്രധാനമായിട്ടുള്ള പരിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഹോളി ഖുറാൻ. അതിൽ നിന്ന് അണുവിട വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കില്ല അവർ. പിന്നെ സാമൂഹ്യ സേവനത്തിനായിട്ട് അവരാൽ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്, ഇരുകൂട്ടരും ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പെരുന്നാളിനല്ലേ ഒരു ഗാനമുള്ള വെച്ചോ, പക്ഷേ 10 മണിയാകുമ്പോൾ എല്ലാവരും തലമുട്ടോളണം. കാരണം അതിന് വേണ്ടിയിട്ടല്ല പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അവർ ചിലപ്പോൾ കൂട്ടത്തിൽ ചേരാറുണ്ടെന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ ക്ഷേത്രങ്ങൾ വെറും പ്രകടനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കല്ലും കുത്തിവെച്ച് അതാണ് ദൈവമെന്നും പറഞ്ഞ്, എന്തുകൊണ്ട് അത് ദൈവം എന്ന് നിങ്ങൾ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മുഖത്തടിക്കും. അതിന് പറയും അവൻ കമ്മ്യൂണിസ്റ്റുകാരനാ എന്ന് പറയും. ഉടനെ പറയും അവൻ കമ്മ്യൂണിസ്റ്റുകാരനാന്ന് പറയും. ചോദ്യങ്ങൾ പാടില്ല. ഈ കല്ല് തന്നെയാണ് ഗുരുവായൂരപ്പൻ, ഈ കല്ല് തന്നെയാണ് അയ്യപ്പൻ, ഈ കല്ല് തന്നെയാണ് വടക്കുന്നാഥൻ എന്നങ്ങോട്ട് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ്. ആളുകളെ പറഞ്ഞ് പിടിപ്പിക്കുകയല്ല, ആളുകളെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ്, ആളുകളെ പറഞ്ഞ് പീഡിപ്പിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇത്തരം കോലാഹലാത്മകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥിരം പരിപാടിയാണത്. ഇപ്പോൾ ഇന്നൊരു ആന മതിച്ചിട്ടുണ്ട്. എവിടെയോ ഞാൻ ആ സ്ഥലം നോക്കി വെച്ചൊന്നുമില്ല. അവൻ ആന മതിച്ചിട്ട് അതിൻ്റെ പാപ്പരെ തോണ്ടി എറിയുന്നു. കാട്ടുമൃഗമാണ് ആന. അതിനെ മുഴുവൻ ചങ്ങലയിട്ടത് എല്ലാം ഇട്ടിട്ട് അതിന് വെള്ളം വേണമെങ്കിൽ എനിക്കിത്തിരി വെള്ളം വേണമെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ എന്താ ചിലപ്പോൾ ശബ്ദം കുറേ ആന മതിച്ചു പറയും. അപ്പോൾ അതിൻ്റെ പേരിൽ അടി കിട്ടും. ഇന്നാളൊരു ആനയെ തല്ലി തമ്പോറാക്കിയിട്ട് ഇന്ന് അതിൻ്റെ അടുത്തൊരു കുട്ടി അതിൻ്റെ തുമ്പിക്കായി അതിൻ്റെ വായിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നു. അയാളെ പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്പലങ്ങളിൽ സീസൺ വന്നു കഴിഞ്ഞാൽ എത്രണ്ണ ചാവുക എന്നറിയില്ല. ആനയെ കൊണ്ടുവന്ന് കരി പാടില്ല. ആരാ പറഞ്ഞ? ശ്രീനാരായണ ഗുരുദേവൻ. ആരാണ്ടായി ശ്രീനാരായണ ഗുരുദേവൻ? ഇതാണിപ്പോൾ ഈഴവ സമുദായം വരെ ചോദിക്കുന്നത്. എല്ലാ വർഷവും കൂർക്കഞ്ചേരി ശ്രീനാരായണ ഗുരുദേവൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ആ ക്ഷേത്രത്തിൽ ആനപ്പൂരം ഉണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കും, വെടിക്കെട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. കരികൾ രണ്ടും വേണ്ട എന്ന് പറഞ്ഞത് ആ മഹാഗുരു. കരികൾ രണ്ടും വേണമെന്ന് പറയുന്നതാണ് ആ മഹാഗുരുവിൻ്റെ ശിഷ്യങ്ങൾ. മദ്യപിക്കരുത്, മദ്യം, അതിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ കാര്യം പിന്നെ പറയേണ്ടി വരും. അപ്പം ആയതുകൊണ്ട് തന്നെ ജനങ്ങളെ ലഹരി പിടിപ്പിക്കേണ്ട ഇത്തരം ആനവെടി, മിമിക്രി, നാടകങ്ങൾ, യൂഫോറി എന്നിത്യാദി കാര്യങ്ങൾ, ഇപ്പോൾ കാണുന്ന ഈ ഭജനം എന്ന് പറഞ്ഞ കോലാഹലം, ഈ പരിപാടികളൊക്കെ അമ്പലത്തിൻ്റെ മഹിമകളെ, അന്തസ്സിനെ, ആഭിയാത്യത്തെ, അതുപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിൻ്റെ മുഖ്യ വഴികളെ, അതിലൂടെ ഹിന്ദുക്കളുടെ മഹിമകളെ തകർത്ത് കളയാൻ മാത്രമാണ് ഉപയുക്തമാകുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ വികാരം കൊള്ളിക്കുന്ന, ജനങ്ങളെ ലഹരി പിടിപ്പിക്കുന്ന, ജനങ്ങളെ രതിമൂർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അമ്പലത്തിൽ നടക്കുമ്പോൾ എന്തിനാണ് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഇതിനെ എതിർക്കുന്നത്? നിങ്ങളെന്താ പറയുന്നത്? അമ്പലത്തെ നശിപ്പിക്കാൻ മുസ്ലിങ്ങൾക്കറിയാം. നശിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ഹിന്ദുക്കൾ അമ്പലങ്ങൾ അതിനെ പ്രത്യേകിച്ച് രീതി കൊളുത്തേണ്ട ആവശ്യമില്ലെന്ന് അവർക്കറിയാം. ആ അമ്പലങ്ങളായിട്ട് തന്നെ അവരുടെ പ്രവർത്തികളിലൂടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു ബൊമ്മ മാത്രമായിരിക്കുകയാണ് അമ്പലം മൊത്തം. ഉള്ളിൽ എന്തായിരിക്കുന്നത്? ഈ പൾപ്പ് കണ്ടില്ലേ? പൾപ്പ് കൊണ്ട് നല്ല രൂപങ്ങളൊക്കെ ഉണ്ടാവും, നല്ല സ്ത്രീ രൂപങ്ങളൊക്കെ ഉണ്ടാവും. എന്നെ ഒരിക്കൽ ഒരുത്തം പറയാനാവും, ഇവളെ കാണുമ്പോൾ ഇവളെ തന്നെ കെട്ടിയാൽ മതി എന്ന് തോന്നുകയാണെന്ന്. ഏത്? ഈ പൾപ്പ് കൊണ്ടുണ്ടാക്കിയത്. കാരണം എന്താണ്? കാണുമ്പോൾ അത്രയും മനോഹര. ഉള്ളിൽ വൈക്കോലും വഴിയത് കിട്ടിയ കടലാസയും കുത്തി തിരികെ വെച്ചിരിക്കുക. അതപ്പോൾ ഇത് ഹിന്ദുമതത്തിൻ്റെ അവസ്ഥ. അമ്പലങ്ങൾ നന്നാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അമ്പലങ്ങൾ പെയിൻ്റ് അടിക്കുന്നു, പുതിയ ബൊമ്മകളെ കൊണ്ടുവയ്ക്കുന്നു, ചെമ്പ് മേയുന്നു, സ്വർണം മേയുന്നു. ഈ ഒരിക്കൽ പോലും അമ്പലത്തിനകത്ത് കയറുന്ന സമയത്ത് കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങളവിടെ പാടില്ല. അവിടെ വിഗ്രഹത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഇപ്പോൾ കയറുമ്പോൾ എന്താ തോന്നുന്നു? ശബരിമലയിൽ കയറിയിട്ട് ആൾക്കാരെന്താ പറയുക? അവിടെ നിന്നിട്ട് 18 പടിയും കയറിയിട്ട് എല്ലാം സ്വർണ്ണ. അതെയാ? അവിടെ കയറിയൊന്ന് 18 പടി സ്വർണ്ണ. അതെയാ? അയ്യോ, ഇതിൻ്റെ ചുമര് മുഴുവൻ സ്വർണ്ണ. ഷൂ, കുറേ സ്വർണ്ണം ഉണ്ടാവില്ലേ? കോടിക്കണക്കിനുള്ള സ്വർണ്ണം ഉണ്ടാവില്ലേ? അതെ. വരാൻ തുടങ്ങി. അപ്പോൾ തൊഴുതു. അപ്പോൾ ഇയാളുടെ നോട്ടതാണ്, ഇതിൽ ഒരു പാളി കിട്ടിയിരുന്നെങ്കിൽ എന്നാര്. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു രാത്രി ശബരിമല എനിക്ക് വിട്ടു തന്നാൽ മതി. പിന്നെ അവിടെ ശബരിമല ഉണ്ടാവില്ല. എല്ലാം അടിച്ചു മാറ്റിയിട്ട് നമ്മൾ ഏതെങ്കിലും പസഫിക് സമുദ്രത്തിലെ ദ്വീപിൽ പോയിട്ട് ഞാൻ സുഖമായിട്ട് രാജാവായിട്ട് അവിടെ വാഴും.
ആയതുകൊണ്ട് തന്നെ അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റിയ ആളുകൾക്ക് ഞാൻ റൈറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക. 100 മാർക്ക് ഇത്രയേ ഉള്ളൂ ഈ അയ്യപ്പൻ. ഇവിടെ നിന്നാണ് ശബരിമല ഇയാൾ വെള്ളപ്പള്ളിയല്ല രമേശൻ ചെന്നിത്തല രമേശൻ പറഞ്ഞു കേട്ടു, അയ്യപ്പനോട് കളിച്ചാൽ കളി പിടിക്കും. ഞാൻ ഈ കൊശവൻ, ഈ നാറി, ഈ പട്ടി, ഈ നായ, ഏത് രമേശൻ ചെന്നിത്തലല്ല, ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ലിബ്യൻ എന്നുള്ള കള്ളടിച്ചു കെടുക്കുകയായിരുന്നു അയാളവിടെ, കഞ്ചാവ് അടിച്ചു കെടുക്കുകയായിരുന്നു അയാളവിടെ. ഈ സാധനങ്ങൾ അടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അടിച്ചു കൊണ്ടുപോയിട്ട് പറയണം, അടിച്ചു കൊണ്ടുപോയി വെറുതെ വിടില്ല അയ്യപ്പനെ. ഒരു കല്ല് എന്നിട്ട് അതിൻ്റെ മേലെ കുറേ സ്വർണം വെച്ച് പൂശിരിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ അയ്യപ്പനെ പറയാതിരിക്കാൻ നല്ലത്. എന്തായാലും മുസ്ലിം തീവ്രവാദികളും ക്രിസ്ത്യൻ തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകാരും അമ്പലം തകർക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നറിയോ? മുസ്ലിം പിള്ളേർ ക്രിസ്ത്യൻ പിള്ളേരോട് അവിടെ നന്ദഗോപൻസ് ആനയും വെടിയും മിമിക്രി അവിടെ എന്തെങ്കിലും നടത്തിയിട്ട് അവർ എല്ലാം മുടിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പം നന്ദഗോപൻസ് ഭജനവനൊന്നും വന്നിട്ടുണ്ട്, ലക്ഷങ്ങൾ കൊടുക്കണം, നശിക്കട്ടെ, അതിനും തടയാൻ പോരുത് കേട്ടോ. അപ്പോൾ ഹിന്ദു അമ്പലങ്ങളെ നശിപ്പിക്കാനാണെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? എല്ലാ ഹിന്ദു അമ്പലങ്ങളിലും വീട്ടിൽ പറയും, അതേ നന്ദഗോപൻസ് ഭജന വെച്ചോളോട്ടോ, എന്താ ചൈതന്യം ഇങ്ങനെ എന്തായാലും പറയാം, അഗ്നിപർവ്വതം പൊട്ടിയ പോലെയാണ് മേലോട്ട് ഉയരുക എന്ന് പറയുക. കാരണം അവർക്ക് വിവരമുണ്ട്. ഏതായാലും അറിവുള്ള എല്ലാവർക്കും അറിയാം, അമ്പലങ്ങളും അത് സംബന്ധമായിട്ടുള്ള സംസ്കൃതികളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. അമ്പലങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ഉയർച്ച, അമ്പലങ്ങളെ പെയിൻ്റ് അടിക്കൽ, ചെമ്പ് പതിക്കൽ, സ്വർണം പതിക്കൽ, ആനയെ വാങ്ങിക്കൽ, ഇത് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വർഷം മറ്റായിട്ടുണ്ട്, കോട്ടയത്ത് തിരുവഞ്ചൂരാണെന്ന് തോന്നുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, തിരുവഞ്ചൂര് നിന്നുള്ളൊരു പാമ്പാടി ഭാഗത്തുനിന്നാണ് തോന്നുന്നുണ്ട്, തിരുവഞ്ചൂര് പാമ്പാടി പുതുപ്പള്ളി. അപ്പം ഞാനന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം ചോദിച്ചു ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു റീജിയനിൽ നിന്നാണ് ഗീതാജ്ഞാനയജ്ഞം നടത്തുന്നു എന്ന് പറഞ്ഞൊരു വിളി വന്നു. ഞാൻ പറഞ്ഞു, അത് കള്ളസ്വാമിയല്ലേ? അല്ല സ്വാമിയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഒരു കാര്യം ചെയ്തേക്ക്, ചെന്നൈ ടു എറണാകുളം വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ട് ടു ആൻഡ് ഫ്രം ബുക്ക് ചെയ്തു. പിന്നെ അവിടെ കോട്ടയത്ത് ഏറ്റവും നല്ല റൂം, അത് ഞാനിവിടുന്ന് അറിയിക്കാം, അവിടെ റൂം ബുക്ക് ചെയ്യുക, സൂട്ട് റൂം തന്നെ വേണം, കാരണം ഞാനൊരു സന്യാസിയാണ്. പിന്നെ 3 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് അയക്കണം. പിന്നെ എന്താ സംഭവിക്കാൻ അറിയാലോ? അയ്യോ സ്വാമി, അയാളൊരു മര്യാദക്കാരനാ, ഒരു ഗോൾഡ് സ്മിത്താ, ഒരു ചെറിയ കടയിൽ നടത്തുന്ന. അയാൾ പറഞ്ഞു, അയ്യോ സ്വാമി, ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് അയച്ചു തരാം, പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാം കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന്, ശങ്കരാടി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അതേ ഞങ്ങൾ ചെയ്യാറുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരിട്ടാണ് ഞാൻ വിരൽ ഇങ്ങനെ കാണിച്ചാലും ഞാൻ ഏതായാലും ആ പരിപാടി ഇപ്പം, കാരണം ഞാൻ അവരോട് പറഞ്ഞതാണ്, 2 ആനയ്ക്ക് കൊടുക്കുന്ന ഏക്കം നിങ്ങൾ എനിക്ക് തന്നാൽ മതിയെന്ന്. അത് തയ്യാറില്ല. ജാമ്യം ആർക്കും 200 രൂപ അല്ലെങ്കിൽ 250 രൂപ. കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ഓട്ടോറിക്ഷയിലാണ് വന്നതേ, ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പട്ടാമ്പിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ പോകണം ഓട്ടോറിക്ഷയിൽ. ചന്ദ്ര തെണ്ടിക്കൊരു അയാൾ 100 രൂപ ഇങ്ങോട്ട് എടുത്തു കൊടുത്തേ എന്ന് പറയും. ഇതാണ് സന്യാസിയുടെ സ്ഥിതി. എന്നിട്ടും നക്കി നാറി കിടന്ന് ശബരിമലയ്ക്ക് വേണ്ടി നിലവിളിച്ച് നടക്കുന്ന കുറേ കാവ്യവസ്ത്രാരികളെ കാണാം. അവർക്ക് ഞെട്ടപ്പേരാണ് ഊശാമ്പി സന്യാസിമാർ. ഏതായാലും ഇവിടെ ഉത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ, അമ്പല പരിപാടികളിലേക്ക് ആളുകളെ കൂട്ടാൻ ഇപ്പോൾ ദിലീപിനെ, മഞ്ജു വാര്യരെ, ജയസൂര്യയെ ഇവരൊക്കെ വിളിക്കുന്നത്. അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ ഇവർക്ക് മടിയില്ല. മോഹൻലാലിനെ കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുമ്പോൾ 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം, 8 ലക്ഷം ഇങ്ങനെയൊക്കെയാണ് കണക്ക്. അതിനൊന്നും മടിയില്ല. ഏതൊരു സ്വാമി 18 ഗീതാജ്ഞാനയജ്ഞം നടത്തി പോണ സമയത്ത് ഇത് കയ്യിൽ വെച്ചോളോ എന്ന് പറഞ്ഞിട്ട് 250 രൂപ, അതിൽ 301, ഒരു കൂടി കൂടുതൽ തരട്ടോ, ബഹുമാനാത്രേ, ഒരു കൂടി തെണ്ടികൾ. അതുകൊണ്ട് തന്തയ്ക്ക് പറഞ്ഞ സന്യാസിമാർ, അഥവാ തന്തയ്ക്കാണ് എല്ലാവരും പറക്കുക, തന്തയുടെ പേരറിയാവുന്ന സന്യാസിമാർ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ഒരു പ്രവൃത്തി ചെയ്യുന്നറിയോ? തുപ്പും അമ്പലം കണ്ട തുപ്പും. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള സത്യസങ്കേതങ്ങൾ, സത്യപ്രകാശനത്തിന് വേണ്ടിയുള്ള സങ്കേതങ്ങൾ കാരണന്മാരുണ്ടാക്കി വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഇവരുടെ ചാബല്യം കൊണ്ട് നശിപ്പിച്ച് നാരണക്കല്ലാക്കി മാറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് അവിടെ പോയിട്ട് പറഞ്ഞാൽ തല്ലു കിട്ടും. കഞ്ഞായത്ത് മുഴുവൻ RSSകാരല്ലേ. ഇപ്പോൾ പണ്ട് RSSൻ്റെ ശാഖ അമ്പലങ്ങളിലാണ് തുടങ്ങി വെച്ചത്. ഇപ്പോൾ അത് പറ്റാണ്ടായി. ഇപ്പോൾ വീണ്ടും
നുഴഞ്ഞുകയറ്റം ആരംഭിച്ചിരിക്കുകയാണ്. പല രൂപത്തിലും നുഴഞ്ഞുകയറ്റം ആരംഭിച്ചിരിക്കുക. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ നന്ദഗോപൻസ് ഭജനയും പാർട്ടികളെല്ലാം കാര്യങ്ങളെല്ലാം. ഇവിടെ ഏതായാലും ഒരു കാര്യം മനസ്സിലായല്ലോ, ഗീത പറയാൻ വേണ്ടി ആരെ ക്ഷണിച്ചാൽ പൈസ ചോദിക്കുന്ന ഞങ്ങളുടെ സ്വഭാവമല്ല. എല്ലാം കഴിയുന്ന സമയത്ത് അവർ ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം പറയും, ഗീത പറയാൻ വരുമ്പോൾ ആഹാരം തരണം കേട്ടോ, ഹോട്ടലിൽ പോയിട്ട് കഴിച്ചാൽ നിങ്ങൾക്കല്ലേ നാണക്കേട് എന്ന്. പിന്നെ ഫീസ് സന്യാസിമാർ ചോദിക്കാറില്ല. കാരണം എന്താണ്? അവർക്ക് ഫീസ് കിട്ടിയാൽ ഭാര്യയ്ക്ക് കൊടുക്കാം കേട്ടോ, മക്കൾക്കൊന്നും കൊടുക്കാനില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചതല്ലേ, സ്വാമിക്ക് ഒരു 51 രൂപ ഇരിക്കട്ടെ, ഞാനെങ്കിലും ദക്ഷിണയായിട്ട് തന്നാൽ വാങ്ങിക്കും. പക്ഷേ ഇന്ന് അമ്പലക്കാർ വിളിച്ചാൽ ഞാൻ പറയുന്ന ഫീസ് അപ്പം തോന്നിയതാ 5 ലക്ഷം രൂപ തരണം. ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ 25 ലക്ഷം രൂപയുടെ എൻ്റെ ഫീസ് എന്ന് പറയും. കാരണം നടത്താൻ താല്പര്യമില്ല. അപ്പം ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും അമ്പലങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, അധ്യാത്മവിദ്യ, അതാണ് തീർത്ഥസ്ഥാനങ്ങൾ വേണ്ടത്. അനാത്മവിദ്യ അല്ല വേണ്ടത്. അത് തീർത്ഥസ്ഥാനങ്ങളിൽ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അവിടെ നടക്കുന്ന മുഴുവൻ അനാത്മവിദ്യകളാണ്. അമ്പലങ്ങൾ കൂടുതൽ നശിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ നാളെ യേശുദാസിൻ്റെ ഗാനങ്ങളെ വെച്ചാലും ഞാൻ പറയും തെമ്മടുത്തര കാണിച്ചെന്ന് പറയും. കാരണം ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്. നമ്മുടെ ഏതെങ്കിലും ബാർബർ ഷാപ്പിൽ കയറി ചെന്നിട്ട് 2 മസാല ദോശ എടുക്കുമെന്ന് പറയാറുണ്ടോ? അത് മുടി വെട്ടാനുള്ള സ്ഥലമാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ വന്നേ, എനിക്ക് 2 ഇടിയപ്പം വേണമെന്ന് പറഞ്ഞാലോ അതപ്പോൾ കിട്ടി വരില്ലേ? അപ്പോൾ ഓരോന്നിനും സ്ഥലമുണ്ട്. അമ്പലങ്ങൾ ആധ്യാത്മവിദ്യ പ്രകാശനത്തിനുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ നിങ്ങൾ അമേദ്യം കൊണ്ട് അഭിഷേകം നടത്തുന്നത്. പല രൂപത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ മേലെ ഇപ്പോൾ പുതിയ പാർട്ടീന് എത്ര കാലം ഉണ്ടാവും അതിൻ്റെ ഗ്ലാമർ എന്ന് അറിയില്ല. പുതിയ പാർട്ടി വന്നിരിക്കുകയാണ്, നന്ദഗോപൻസ് ഭജൻ ടീം. ആ മെഴുകൽ പരിപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് വിറ്റുകൾ എത്തിയിട്ടുള്ളതെന്ന് അർത്ഥം. ഏതായാലും ഇപ്പോൾ എന്നോട് ആരെങ്കിലും വന്നിട്ട് പറയില്ല എന്നാലും പറയാണ്, സ്വാമി ഒരു ഗീതാജ്ഞാനയൊക്കെ നടത്തണമല്ലോ. ഞാൻ പറയും അതൊന്നും വേണ്ട, നന്ദഗോപൻസിനെ വിളിച്ചോളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദനയോടുകൂടി പറയുകയാണ് ഞാൻ, അമ്പലങ്ങൾ മുഴുവൻ നശിക്കണം. അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം നശിക്കണം. നശിച്ചാലേ പലതും നന്നാവാറുള്ളൂ. ചിലത് അങ്ങനെയാണ്, നശിച്ചാലേ നന്നാവുള്ളൂ. എല്ലാ ഇലകളും പൊഴിഞ്ഞു വീണിട്ട് വേണം പുതിയ തളിരിലകൾ വരാൻ. അത് ഈ മറ്റേ ഹിമാലയത്തിലുള്ള മരങ്ങളൊക്കെ അങ്ങനെയാണ്, അതുപോലെ ആകണം, എന്നാലേ ശരിയാവുള്ളൂ എന്നർത്ഥം. ഞാൻ കൂട്ടത്തിലൊരു കാര്യമാണ് പറയാം, ഇത് വെറുതെ പറയുന്നതല്ല. നമ്മൾ ആലപ്പുഴയിൽ ഏവൂര് എന്നൊരു സ്ഥലമുണ്ട്, ഹരിപ്പാടിൻ്റെ അടുത്ത്. അവിടെ ഏതോ ഒരു ക്ഷേത്രത്തിൽ റിമി ടോമിയുടെ കച്ചേരി വെച്ചു. കച്ചേരിയല്ല, കുണ്ടിക്കുലുക്കൽ, അതവിടെ വെച്ചു. തുടക്കം വന്നപ്പോഴേ ആൾക്കാർക്ക് അങ്ങോട്ട് രതിമൂർച്ച വന്നു, ലഹളയായി. അതായത് മണ്ണെടുത്തെറിയിൽ സന്തോഷം കൊണ്ടാണ് കേട്ടോ. മണ്ണെടുത്തെറിയിൽ അങ്ങടായി ഇങ്ങനെ അതിൻ്റെ കുറേ ആൾക്കാരെ പാവം സ്ത്രീകളപ്പുറത്തുണ്ടേ. ലഹളയെ അടിയായി, ദണ്ട വന്നു, അങ്ങോട്ടടി ഇങ്ങോട്ടടി, ചോരക്കളി എല്ലാം കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ ആരുമില്ല. റിമി അഡ്വാൻസും മുഴുവൻ പൈസയും വാങ്ങിച്ചാൽ സ്റ്റേജിൽ കയറുള്ളൂ. അവളതുകൊണ്ട് അവൾ പോയി. ഇവിടെ അടിയോടടി, ഞങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് കയ്യടി, നന്നായി. അങ്ങനെ വേണം. അതിനിടയിൽ ആരെങ്കിലും ഒരു 1/2 ലിറ്റർ പെട്രോൾ എടുത്ത് ആ അമ്പലത്തിന് മേലെ ഒഴിച്ച് തീ വെച്ചാൽ ഒന്നുകൂടി ഞങ്ങൾ സന്തോഷിച്ചാണ്. കാരണം അമ്പലങ്ങൾ നശിക്കണം, എന്നാലേ ഇനി നന്നാവുള്ളൂ എന്നർത്ഥം. പണ്ട് ഈ അമ്പലങ്ങളിലാണ് ശാഖകൾ, RSൻ്റെ ശാഖകൾ തുടങ്ങിയത് അമ്പലങ്ങളിലൂടെയാണ്. അന്നാര് വിചാരിച്ചെന്താ, ഇവർ വന്നിട്ട് മറ്റേ ഓംകാളി ജയകാളി എന്ന് വിളിക്കുന്നു, കുട്ടികൾക്കൊരു എക്സസൈസ്, ഓട്ടം ചാട്ടം കളി. ഇതിൻ്റെ പുറകിലുള്ള കുളത്താർക്കും അറിയില്ലായിരുന്നു. അറിഞ്ഞോടുകൂടി അവിടുന്ന് പുറത്താക്കി, എല്ലാ അമ്പലങ്ങളിൽ നിന്നും പുറത്താക്കി. ഇപ്പോൾ വീണ്ടും പല രൂപത്തിലും പല ഭാവത്തിലും അതേ ശാഖ തന്നെ നുഴഞ്ഞു കയറുകയാണ് അമ്പലങ്ങളിലേക്ക്. അതിനൊപ്പം നിൽക്കാൻ ഇവിടുത്തെ കുറേ ഹിന്ദുക്കളും ഉണ്ട്. ഒരു വലിയൊരു കൂട്ടം ഹിന്ദുക്കളും അതിൻ്റെ ഒപ്പമുണ്ട്. സന്യാസിമാരും അതിൻ്റെ ഒപ്പമുണ്ട്. ഒപ്പം നിന്നില്ലെങ്കിലോ എൻ്റെ ഗതി വരുന്നർത്ഥം. തെറിവിളി ദിവസവും ടൺ കണക്കിന് തെറിവിളി കിട്ടും. ആരെയെന്ന്? ഈ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ. നമസ്കാരം.